നമസ്കാരം. കേരളത്തിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ശ്രീരാമ സ്വാമിയുടെ ക്ഷേത്രമാണ്. നിളയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ദേശമംഗലം പഞ്ചായത്തിലാണ് ഈ മനോഹരമായ ക്ഷേത്രമുള്ളത്. പൊതുവെ നിളയുടെ തീരങ്ങളെന്നും പഴമ നിറഞ്ഞ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഒരു വലിയ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഇടങ്ങളാണ്. നിള എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഐതിഹ്യങ്ങളെയും കുറിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി. പ്രത്യേകിച്ച് ഐതിഹ്യങ്ങളും പുരാണങ്ങളും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനിവിടെ വന്ന് താമസിക്കുന്ന ആളാണ്. ഒരു 10-50 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഈ അമ്പലത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഇപ്പോഴും 5-6-7 വർഷമായിട്ട്. ഇപ്പം ദേശമംഗലം മനോഹര അമ്പലമാണെന്നുള്ളത് അറിയാം. ഈ മനയുടെ വക 5 അമ്പലങ്ങളുണ്ട്. 5 അമ്പലങ്ങളിൽ ഒന്നാണ് ഇത്. കറ്റൂറ്റൂര്, കളകണ്ഠേശ്വരം, കാഞ്ഞൂര്, ഇങ്ങനെയൊക്കെയാണ് ആ മനകളുടെ പേര്. അതിൻ്റെ എല്ലാ ഭാരഭാഗത്തും ഇവിടെ ആയിരുന്നു. ഒരു ഏക്കട്ടിക്കും തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചാണ് ഈ മനയും അമ്പലമൊക്കെ. അപ്പൊ അകത്തോളന്മാർക്ക് അവർക്ക് മാത്രം പൂജിക്കാനായിട്ട് ഉണ്ടാക്കിയ അമ്പലം ഇത്. ദേശമംഗലം മനക്കാർക്ക് മാത്രം പൂജിക്കാനുണ്ട്. പബ്ലിക്കിനോട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഓരോ ഹോൾട്ട് ഉണ്ട് ഇതിലെ പോകുമ്പോൾ അവിടെ തൊഴാനായിട്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അമ്പലം ഒക്കെ ക്ഷയിച്ചു പെറുക്കി വിറ്റ് 80 കാലഘട്ടത്തിൽ അമ്പലം പൊളിച്ച് വിറ്റു. അതിന്റെ അവസാനമായി അത് വിറ്റ് ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ നാട്ടുകാർ വാങ്ങിച്ചു. അവരാണ് വീട് വെച്ചിരിക്കുന്നതല്ല. മനക്കാരെങ്കിലും എവിടെ കോഴിക്കോട് കൂട്ടുണ്ട്, വടക്കാഞ്ചേരി ഒരു കൂട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഊരകത്ത് ഒരു കൂട്ടുണ്ടെന്ന് പറയുന്നു. നമ്മളിത് ആരെയും കണ്ടിട്ട്. കോഴിക്കോട് ആൾക്കാരുണ്ട്, ഒരു 2-3 പേരുണ്ട് അവിടെ. അതെ, ഇതിന് അതെ, വില്ലേജ് ഓഫീസർ അന്വേഷിച്ചപ്പോൾ ദേവസ്വം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുള്ളതല്ലാതെ ഇതിനെപ്പറ്റി യാതൊരു റെക്കോർഡ് അവിടെ ഇല്ല. 1-1.5 ഏക്കറിൽ ഒരു കുളമുണ്ട്. ഇതൊക്കെയാണ് ഉള്ളത്. ഇനി ശ്രീരാമനും ഗോശാല കൃഷ്ണൻ, അയ്യപ്പൻ, ഗണപതി, ഹനുമാൻ പ്രതിഷ്ഠ. ഹനുമാന്റെ പ്രതിഷ്ഠയുള്ള സങ്കല്പത്തിൽ ഫോട്ടോ വെച്ചിട്ടേ ഉള്ളൂ. അതെ, ഉണ്ടാവും. സാന്നിധ്യം ഉണ്ട്. ഇതൊക്കെയാണ് വിശേഷം. ശ്രീരാമനവമി, ജന്മാഷ്ടമി, പ്രതിഷ്ഠാദിനം മഹോത്സവം ഉണ്ട്. പിന്നെ ഈ ഇവിടെ ബ്രിട്ടാനിയത്ത് പൂരത്തിന് ഇവിടുന്നാണ് ആന എഴുന്നള്ളിക്കുന്നത്. ഒരു കളമുണ്ട് ഇവിടെ, 6ാം കളത്തിന് ആന എഴുന്നള്ളിക്കുന്നത് ഇവിടുന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ.